രാവിലെ തുടങ്ങിയ മൊബൈൽ കളിയാണല്ലോ. എന്തോ കളിയാ ഇത് കളിക്കുന്നേ? ബാറ്റൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ. പാറ്റൻ ബോസ് ഇന്ത്യയോ? എന്നിട്ട് പോടാ അവിടുന്ന്. നിങ്ങൾ ആ കൊച്ചിനെ വഴക്കുണ്ടാക്കാതെ അവരവിടെ ഇരുന്ന് കളിക്കുമല്ലയോ. നീ ഒറ്റ വരുത്തി വളം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എന്തോ കൊടുത്ത് എന്തോ എടുത്തെന്നോ? എടി പിള്ളേർ ശാസ്ത്രബോധമുള്ള പിള്ളേരായിട്ട് വളരണം. ചരിത്രം എന്താന്ന് അവർ പഠിക്കണം. പിന്നെ നിങ്ങൾ ഈ മുട്ട ഇങ്ങോട്ട് വന്നു. മുട്ട 24 മണിക്കൂർ മൊബൈലും കളിച്ചോണ്ടിരുന്നാ മതി. ഞാൻ അച്ഛനോടൊരു ചോദ്യം ചോദിക്കാം. എന്താ? കോഴിയാണോ ആദ്യം ഉണ്ടായ മുട്ടയോ? എന്താ പൂ നോക്കുന്നേ? പറഞ്ഞോട്. എടി നൂറ്റാണ്ടുകളായിട്ടുള്ള ചോദ്യമായത്. എനിക്ക് കൃത്യമായ ആൻസർ ഉണ്ട്. ഞാൻ പറയുന്നു കോഴി ആദ്യം കൊണ്ടുണ്ടായത്. അതെങ്ങനെ? മുട്ട കഴിഞ്ഞാലേ കോഴി ആകത്തുള്ളൂ. ഇനി കോഴി ഉണ്ടെങ്കിലല്ല മുട്ട എടുത്തുള്ളൂ. മുട്ട ഉണ്ടായാലല്ലേ കോഴി വരത്തുള്ളൂ. അതാ പറഞ്ഞത്. ഇങ്ങനെ തർക്കിച്ച് നിക്കത്തേ ഉള്ളൂ. കൃത്യമായ ഒരുത്തനും ഒരു ആൻസർ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് കൃത്യമായ ആൻസർ ഉണ്ട്. ആന്നോന്ന് പറഞ്ഞേ. പണ്ടെന്ന് വെച്ചാ എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ അമ്മ എരവുന്നിട്ട് ചന്തയിൽ പോയി 2 കോഴിയെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പൂവനും ഒരു പെടയും. അത് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ മുട്ടയിട്ട് അടവെച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 5ആയി 10ആയി 100ആയി. അവസാനം ഞങ്ങളുടെ വീട്ടില് വലിയൊരു കോഴിക്കോട് നിറച്ച് കോഴികളായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് കോഴിയാ ഉണ്ടായെന്ന്. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ സ്വന്തം കാര്യമല്ലേ പറയുന്നേ? എടി ഇതിനൊന്നും കൃത്യമായ തെളിവുകൾ ആർക്കും കിട്ടിയിട്ടില്ല. സ്വന്തം വീട്ടിലെ സ്വന്തം അനുഭവം ആദ്യം വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ടാട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ.